രാജാക്കാട് പന്നിയാർകുട്ടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 8 ലക്ഷം രൂപ മോഷണം പോയതായി പരാതി. രാജാക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 19-നാണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം. പന്നിയാർകുട്ടിയിൽ വീടിന്റെ പൂട്ട് പൊളിച്ച് 8 ലക്ഷം രൂപ മോഷ്ടിച്ചതായാണ് പരാതി. കഴിഞ്ഞ 19-ാം തീയതി ഉച്ചകഴിഞ്ഞ 2:30-ഓടെയാണ് മോഷണം നടന്നിട്ടുള്ളതായി തെളിഞ്ഞിരിക്കുന്നത്. പന്നിയാർകുട്ടി അമ്പലക്കുന്ന് ഭാഗത്ത് തെക്കേത്തിൽ സജീവിന്റെ വീടിന്റെ പിൻഭാഗത്തെ വാതിലിന്റെ താഴ് തകർത്ത ശേഷമാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത്. വീട്ടിനുള്ളിലെ മേശയ്ക്കുള്ളിൽ നിന്നും അലമാരയുടെ താക്കോലെടുത്ത് അലമാര തുറന്ന് പണം എടുത്ത ശേഷം തിരികെ താക്കോൽ മേശയിൽ വച്ച ശേഷമാണ് പ്രതി പുറത്തുപോയത്. വീട്ടിൽ CC ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന വിവരം അറിയാവുന്ന പ്രതി ക്യാമറയുടെ ദിശ മാറ്റിവെച്ച ശേഷമാണ് കൃത്യം നടത്തിയിട്ടുള്ളത്. വീടിനെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും വ്യക്തമായ നിശ്ചയമുള്ള ആളാകാം പ്രതിയെന്നാണ് വീട്ടുടമ പറയുന്നത്. 19-ാം തീയതി എൻ്റെ വീട്ടിൽ പകല് 2:30യോടുകൂടി ഒരു മോഷണം നടന്നു. ഞാൻ 2 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നു. 2:30യോടുകൂടി കള്ളനെ പെരയ്ക്കകത്ത് താഴ് തകർത്ത് കയറുകയും അതുപോലെ തന്നെ എൻ്റെ 8 ലക്ഷം രൂപ മോഷിച്ചുകൊണ്ട് പോവുകയും ഭാര്യയെ തേലക്കാട്ടിൽ പറമ്പ് തൊഴിലാളിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ പോയ സമയമാണ്. ആ സമയത്ത് 8 ലക്ഷം രൂപ ഇവൻ കൂട്ട് തകർത്ത് എടുത്തുകൊണ്ട് പോയി കള്ളനെ. NR-സിറ്റിയിൽ ഏലത്തോട്ടം തൊഴിലാളിയായ ഭാര്യ സ്നേഹയെ വിളിക്കാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം പന്നിയാർകുട്ടിക്ക് ജീപ്പുമായി പോകുന്ന വിവരം വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് സജീവ പോലീസിനോട് പറഞ്ഞിരുന്നു. ബുധനാഴ്ച സജീവ് വീട്ടിൽ നിന്ന് പോയി 15 മിനിറ്റിനുള്ളിൽ പ്രതി മോഷണത്തിനായി പിൻഭാഗത്തുകൂടി വീട്ടിലെത്തിയാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സജീവും ഭാര്യയും മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. മകൻ 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. കേരള ബാങ്കിൽ കുടിശ്ശികയുള്ള വായ്പാ തുക തിരിച്ചടയ്ക്കുവാനായി സ്വരൂപിച്ചു വച്ച തുകയാണ് പ്രതി മോഷ്ടിച്ചത്. പരാതിയെ തുടർന്ന് രാജാക്കാട് പോലീസ് ഇൻസ്പെക്ടർ V. വിനോദ് കുമാർ, SI സജി N. പോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത മൊഴി രേഖപ്പെടുത്തി. ഇടുക്കിയിൽ നിന്നും പോലീസ് നായയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പന്നിയാർകുട്ടി മേഖലയിൽ അടുത്ത നാളുകളായി ഉണക്കാനിട്ടിരുന്ന കുരുമുളക് ഉൾപ്പെടെ മോഷണം പോയതായും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.